എത്ര പെട്ടെന്നാണെന്നറിയാമോ ചിരി മാറി കരച്ചിലിലോട്ട് കാര്യങ്ങൾ എത്തിപ്പെട്ടത്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കാര്യങ്ങളെല്ലാം നടന്നത്. അപ്പം എന്താണെന്ന് വഴിയെ പറയാം. അപ്പം പതിവ് പോലെ രാവിലെ സ്കൂളുള്ള ദിവസങ്ങളിലെ പോലെ തന്നെ റംസാൻ്റെ യൂണിഫോമും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നേരെ ആശാനെ കുളിക്കാനായിട്ട് പറഞ്ഞു വിട്ടു. എന്നിട്ട് മേശപ്പുറത്ത് നിന്ന് 2 പഴം എടുത്ത് അടുക്കളയിലോട്ട് ചാടിയിട്ടുണ്ട്. മേശപ്പുറത്തിൻ്റെ ഭംഗി കൂടുതലായിട്ട് ആരും നോക്കണ്ട, കാരണം ഇത് എൻ്റെ മോൻ്റെ ഏരിയയാണ്. അവൻ തന്നെ വലിച്ചു വാരിയിട്ട് അവൻ തന്നെ ഒതുക്കി വയ്ക്കും. അതുകൊണ്ട് അവിടെ നമ്മളിനിയിപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട. അപ്പോൾ പഴവും കൊണ്ട് നേരെ അടുക്കളയിലോട്ട് ചാടിയിട്ട് അങ്ങോട്ട് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ എന്താ പഴംപൊരി എന്ന് ചോദിച്ചാൽ ആശാന് സ്നാക്സ് തീർന്ന കാര്യം ഓർമ്മ തന്നെ ഇല്ലായിരുന്നു. മുട്ട ഇരിപ്പുണ്ട്, പക്ഷേ അവനത് കൊടുത്തു വിടണേലും പ്രശ്നമില്ല, അവൻ തന്നെ കഴിച്ചോളൂ. പക്ഷേ കാണുന്നവരൊക്കെ എന്നും മുട്ടയെന്ന്. അതുകൊണ്ട് ഞാൻ കരുതി നല്ല പഴുത്ത പഴം ഇരിക്കുകയല്ലേ, അവന് ഇഷ്ടപ്പെട്ട സാധനമല്ലേ പഴംപൊരി, പിന്നെ അതങ്ങ് ഉണ്ടാക്കി കൊടുക്കുമെന്ന് വിചാരിച്ച്. അപ്പോൾ നേരെ പഴമൊക്കെ എടുത്ത് അടുക്കളയിൽ ഒന്ന് മൈദമാവ് എടുത്തു, സോഡാപ്പൊടി, ഉപ്പ്, പഞ്ചസാര, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഉപ്പ് കുറച്ചിരുന്നുള്ള ഇടാവും, ഇതൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പഴം എടുത്ത് അങ്ങോട്ട് കുനുകുന അരിഞ്ഞു. ആകെ 2 പഴം ഉണ്ടായിരുന്നുള്ളൂ, അതും അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പഴംപൊരിക്ക് എടുക്കുമ്പോൾ പഴുത്ത പഴം എടുത്തു കഴിഞ്ഞാൽ നമുക്കാണ് നഷ്ടം, കാരണം ഇത് ഒരുപാട് എണ്ണ കുടിക്കും. അത് നമുക്ക് ആരോഗ്യപരമായിട്ടും പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ എണ്ണ വീണ്ടും ചേർത്താലേ അടുത്ത് പൊരിച്ചെടുക്കാനും പറ്റത്തുള്ളൂ. അപ്പം പഴമൊക്കെ അരിഞ്ഞെടുത്തിട്ട് ചൂട് എണ്ണയിലോട്ട് ഓരോന്നോരോന്ന് ഇതങ്ങോട്ട് നിരത്തി വെച്ച് കൊടുത്ത് സംഭവം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് പൊരിച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. 2 പഴം ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഞാൻ കുഞ്ഞിനെ അരിഞ്ഞുകൊണ്ട് കുറച്ച് അധികം പൊരിച്ചെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊരിച്ചെടുത്തിട്ട് നേരെ ആശാൻ്റെ ലഞ്ച് സ്നാക്സൊക്കെ പാക്ക് ചെയ്തു. എണ്ണം പറഞ്ഞാണ് എൻ്റെ കയ്യിൽ നിന്ന് ഈ പഴംപൊരിയൊക്കെ മേടിക്കുന്നത് പാത്രത്തിൽ. അപ്പോൾ പഴംപൊരിയൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ലഞ്ച് എടുത്ത് വെച്ചത് ലഞ്ചിന് ചോറ്, മീൻകറി, പൊരിച്ച മീനാണ്. അപ്പോൾ തുടരെ ചിക്കനൊക്കെ കൊണ്ടുപോകുന്നതുകൊണ്ട് ഇന്നിപ്പോൾ മീനാവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ച് നേരെ ഹോളിലോട്ട് ചെന്നു, അവനെ ഒരുക്കി. അത് കഴിഞ്ഞിട്ട് കാപ്പി കൊടുത്തപ്പോഴത്തേക്ക് ഒരു കാലവും ഇല്ലാത്ത അനിയനും ചേട്ടനും കൂടെ എന്ത് സ്നേഹത്തിലിരുന്ന് 2 പേരും കൂടെ ഫുഡൊക്കെ കഴിഞ്ഞു. ഷൂ ഒക്കെ ഇട്ട് കഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് ആൻറ്റിയുടെ കോൾ വന്നു, അതായത് ബസ് എത്താറായി, കയറി വന്ന്. അപ്പോൾ പിന്നെ അതേ റിതാൻകുട്ടന് പതിവ് പോലെ ടാറ്റയൊക്കെ പറഞ്ഞ് ഞാൻ മുമ്പേ ഇറങ്ങി, ആശാൻ പിറകെ ഇറങ്ങി. ഒരു സൗണ്ട് മാത്രമേ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് തല പോയിട്ട് ബാക്കിയെല്ലാം തറയിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഓടിയപ്പോഴത്തേക്കും ഷൂ വന്ന് തട്ടി വീണു. ഒരു 1.5 വീഴ്ചയായിരുന്നു അത്. കൊച്ചിൻ്റെ തല ഇടിച്ചില്ല, ബാക്കി കൈയും കാലും നെഞ്ചൊക്കെ ഇടിച്ചിട്ടുണ്ടായിരുന്നു. കാലിൻ്റെയൊക്കെ തൊലി പോയി. പിന്നെ കരഞ്ഞു വിളിച്ച് ബഹളമായി, ബസ് പോയി. പിന്നെ ഇത്രയും ഇടിയൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ഇനി സ്കൂളിൽ വിടാൻ പറ്റത്തില്ല. അങ്ങനെ നേരെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഈ ചിരിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല, അവൻ പറയുന്നതായിട്ട് ചിരിച്ചു ചെയ്താണ്. പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി മരുന്നൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം.